പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാൻ കാര്യമായിട്ട് ഈശോനെ അനുഭവിച്ചതും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായത് കോളേജ് പഠന കാലഘട്ട സമയത്താണ്. ഞാൻ കോളേജിൽ വന്നപ്പോഴാണ് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിനെ പറ്റിയൊക്കെ അറിയാൻ തുടങ്ങിയത്. വളരെ യാദൃച്ഛികമായിട്ടാണ് അറിഞ്ഞത്. അപ്പം എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു പ്രോഗ്രാമിന് പോയതായിരുന്നു. എനിക്ക് അതിന് മുന്നേ എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം പള്ളി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചൊല്ലുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഔട്ട് ഓഫ് ലവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പകരം അതൊക്കെ ഒരു യാന്ത്രികമായി ചെയ്യുന്ന രീതിയിൽ നടക്കുന്ന രീതിയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് എനിക്ക് പക്ഷെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആക്ച്വലി ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവണമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കറക്റ്റ് ആൻസർ വേണമെന്നൊരു ഉള്ളിലൊരു ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു എൻ്റെ ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യനിങ് നടക്കുന്ന സമയത്താണ് ഒരു ജിസ് യൂത്ത് പ്രോഗ്രാമിന് പോകാനായിട്ട് എനിക്കിടയായത്. അതെൻ്റെ ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് കാര്യമായിട്ട് എനിക്ക് ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് തന്നെ അവിടുത്തെ ആരാധനയുടെ സമയത്ത് കാര്യമായിട്ട് എനിക്ക് ഈശോനെ അനുഭവിക്കാൻ പറ്റി. ഞാൻ അത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന ലൈക്ക് ചാപ്പലിലൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മച്ചിമാരൊക്കെ ഇരുന്ന് ആരാധനയിൽ കരയുന്നൊക്കെ കാണുമ്പം എന്തിനാ ഇതിന് മാത്രം കരയാനുള്ളത്, ഞാനൊക്കെ ആദ്യം അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും ബോറടിക്കുമല്ലേ എന്നൊക്കെ ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ആ ഒരു പ്രോഗ്രാമിനിടയിൽ അഡ്രേഷൻ നടന്നപ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് എനിക്ക് കരയാൻ പറ്റി. എനിക്ക് മനസ്സിലായി, ലിറ്ററലി അനുഭവിക്കാൻ പറ്റി, എന്നെ ഈശോ കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നും എന്നെ പേര് ചൊല്ലി വിളിച്ചത് തന്നെയാണെന്നും ഈശോയുടെ ഉള്ളംകൈയിൽ എന്നെ സംരക്ഷിക്കുകയാണെന്നുള്ളൊരു കൺവിക്ഷൻസ് ഒക്കെ കിട്ടിയ സമയമായിരുന്നു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ കൗൺസിലിംഗ് ആയിട്ട് അഡ്രേഷൻ ആയിക്കോട്ടെ ഒരു നല്ലൊരു കുമ്പസാരിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഈശോനെ അത്ര ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നിമിഷങ്ങളായിരുന്നു ആ ഒരു പ്രോഗ്രാം. ആക്ച്വലി കാര്യമായിട്ട് എന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചത് ആ ഒരു സമയങ്ങളായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് കോളേജിൽ വന്ന സമയത്ത് എനിക്ക് ഈശോനെ കിട്ടി. അപ്പം അത് എൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കാൻ പറ്റത്തില്ല, എന്തായാലും എനിക്ക് എൻ്റെ കൂട്ടുകാരോടും എനിക്കറിയാവുന്നവരോടൊക്കെ കൊടുക്കണമെന്നൊരു ഒരു ഭയങ്കര ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ എൻ്റെ ഫ്രണ്ട്സിനോടും ഞങ്ങളുടെ കോളേജിനകത്തുള്ള കുട്ടികളോടും ഇങ്ങനെ പറഞ്ഞ് പതുക്കെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ പ്രെയർ ഗ്രൂപ്പൊക്കെ കുട്ടികൾ റെഗുലറായിട്ട് കൂടാൻ തുടങ്ങി. ആക്ച്വലി പറയുമ്പം നമ്മളെല്ലാവരും ഈശോ ഭയങ്കര കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമുക്കുള്ളിൽ അനുഭവിക്കണമെന്ന് ഭയങ്കര ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ദാഹിക്കുന്നോ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രമാത്രം സ്വീറ്റ് ആയിട്ട് നമുക്ക് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമുക്ക് ലിറ്ററലി നമ്മൾ ചോദിച്ചാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നും എനിക്ക് പറ്റുന്ന പോലെ ഈശോനെ മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ചെറിയൊരു എഫേർട്ട് എടുക്കാൻ പരിശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു കുഞ്ഞൊരു സ്റ്റോറി. ഞാൻ എങ്ങനെയാണ് കാര്യമായിട്ട് ഈശോനെ അനുഭവിച്ചതും എങ്ങനെയാണ് കാര്യമായിട്ട് ഈശോയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിച്ചതെന്നും ഒക്കെ. പ്രൈസ് ഗോഡ്.